ഇന്ന് നമുക്ക് ഒരു അടിപൊളി റെഡ് വെൽവെറ്റ് കേക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഈ കേക്ക് നല്ല ടേസ്റ്റാണ്. 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല പെർഫെക്റ്റ് ആയി തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ഈ കേക്കിന് വേണ്ട ബട്ടർ മിൽക്ക് ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ വിനാഗിരിക്ക് പകരം ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുത്താലും മതി. കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. എന്തെടുക്കുകയാണെങ്കിലും ഒക്കെ റൂം ടെമ്പറേച്ചറിലുള്ള തന്നെ എടുക്കണം, എന്നാലേ നല്ലൊരു പെർഫെക്ഷനോട് കൂടിയിട്ട് കിട്ടുള്ളൂ. അപ്പൊ ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിലോട്ട് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 250 ml ഒരു കപ്പാണ്. ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടെ ഇട്ടുകൊടുക്കാം. ഹെർഷീസിന്റെ കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് അധികം കൂടി പോവണ്ട, അത് ശ്രദ്ധിക്കാം. ഇനി ഇത് ഒരു 3 പ്രാവശ്യം അരിച്ചെടുക്കുക. അപ്പൊ നന്നായി ഈവൺ ആയിട്ട് കിട്ടും നമുക്ക്. ഇപ്പൊ ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോ ഇലക്ട്രിക് ബീറ്ററാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്യാം. ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതും കൂടെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ റെഡ് കളർ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ കളർ മിസ്റ്റിന്റെ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് എത്ര കളർ വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് മിക്സ് ചെയ്ത് നോക്കട്ടെ. അതിനുശേഷം കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ കളർ ചേർക്കുന്നുണ്ട്. ഇപ്പൊ ബട്ടർ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ബട്ടർ മിൽക്കും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇത് ഇനി പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മുതൽ 40 മിനിറ്റിൻ്റെ ഉള്ളിൽ ആയി കിട്ടും. കേക്കിന് ഞാൻ ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു ബട്ടർ പേപ്പറും വെച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഇനി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 180 ഡിഗ്രിയിൽ ഇപ്പോൾ പ്രീഹീറ്റ് ആയിട്ടുണ്ട്. പ്രീഹീറ്റ് ചെയ്ത് ഓവനിലോട്ട് വെച്ച് കൊടുക്കാം. ഒരു 30 മിനിറ്റ് 35 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് എടുത്ത് നോക്കുക. ആയിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വെച്ചാൽ മതി. ഇപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് 40 മിനിറ്റാണ് ഓവനിൽ എടുത്തത്. ഇതിൻ്റെ മുകൾ ഭാഗം ഇത്തിരി കളർ ചേഞ്ച് ആയിട്ടുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇത് ചൂട് പോയതിനു ശേഷം ഡിമോൾഡ് ചെയ്യാം. ഇപ്പൊ ഇത് ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡിമോൾഡ് ചെയ്യാം. നല്ല സോഫ്റ്റ് ആണ് കേക്ക്. ഇനി നമുക്ക് ഈ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിന്റെ നല്ല റെഡ് ആയിട്ടില്ല. നിങ്ങളെ കയ്യില് സൂപ്പർ റെഡ് ഉണ്ടെങ്കിൽ അത് എടുക്കാവും നല്ലത്. എനിക്കത് കിട്ടാത്തോണ്ടാണ്. ഇനി ഇതൊന്ന് 3 ലേയേഴ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് കളയേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ഇതിന്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതൊന്ന് ചൂടാക്കണം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പൊ നമുക്ക് നല്ല ഫൈൻ പേസ്റ്റ് ആക്കി പൊടിച്ചെടുക്കാൻ പറ്റും. അധിക സമയമൊന്നും വേണ്ട. 1-2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ഇപ്പൊ ഇത് ഞാൻ 3 പീസായിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു നൂല് വെച്ചിട്ട് മുറിച്ചെടുക്കാവും നല്ലത്. അപ്പൊ നല്ല കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതിന് വേണ്ട വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ ക്രീം ചീസും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ ഇനി നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ റെഡ് വെൽവെറ്റ് കേക്കിന് സാധാരണയായിട്ട് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എടുക്കുന്നതിന് അരമണിക്കൂർ മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെക്കണം. ഏകദേശം ഒരു 150 ഗ്രാം ക്രീം ചീസാണ് ഞാൻ എടുക്കുന്നത്. ക്രീം ചീസ് ഇല്ലെങ്കിൽ നമ്മൾ വിപ്പിംഗ് ക്രീമിൻ്റെ കൂടെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. ഇതും കൂടെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം ചീസ് ഇതിലോട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറേശ്ശെയായിട്ട് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി, ബീറ്ററൊന്നും വേണ്ട. ഞാനൊരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഈ കേക്ക് പീസസ് ഇളകി പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിന്റെ മുകളിലോട്ട് ഇത് വെച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്യാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. പിന്നെ ഓവറായിട്ട് ഷുഗർ സിറപ്പ് വേണ്ട. ഈ കേക്ക് നല്ല സോഫ്റ്റ് ആണ്. ഇനി വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കിയിട്ട് തേച്ചാലും മതി. അപ്പൊ അങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇനി സെയിം പ്രോസസ് തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഇനി ഇതിന്റെ സൈഡ്സും ഒക്കെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ഈ വിപ്പിംഗ് ക്രീം ആക്കിയിട്ടുണ്ട്. ഇതിന്റെ സൈഡ്സിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള റെഡ് കളർ ഒന്ന് തൂവി കൊടുക്കാം. ഇപ്പൊ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 4-5 മണിക്കൂർ വെക്കാം. അതിനുശേഷം എടുക്കാം. തലേ ദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കഴിക്കാൻ ഇത് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പൊ ഞാനൊരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത കേക്കാണിത്. നമ്മുടെ കേക്ക് നല്ല സെറ്റ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ സപ്പോർട്ടും ചെയ്യുക. താങ്ക് യു.